തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർമാരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വളരെ ശ്രദ്ധേയനായിരുന്ന ഒരു മേയറാണ്. പ്രത്യേകിച്ചും പ്രളയകാലത്ത് ജനങ്ങൾ വല്ലാതെ പൊറുതിമുട്ടിയപ്പോൾ സ്വന്തം ഗ്രീൻ ആർമിയെ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒട്ടുമിക്ക ഇടങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി, ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ മേയർ ശ്രീ വി കെ പ്രശാന്ത്, സ്വാഗതം. ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല, എന്തായിരുന്നു അങ്ങനെ ഒരു ഗ്രീൻ ആർമി എന്ന ചിന്തയിലേക്ക് വരാനുണ്ടായ പ്രധാന കാരണം? സാധാരണഗതിയിൽ പ്രസിഡന്റുമാരും മേയർമാരും മുനിസിപ്പൽ ചെയർമാന്മാരും ഒക്കെ അവരുടേതായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി സർക്കാർ സംവിധാനങ്ങൾക്കുപരിയായി ചെറുപ്പക്കാരെ കൂടി പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും ശുചീകരണ മേഖലയിലും ഇടപെടുത്തിക്കണം. ഒന്ന്, ഭാവിയിലെ പൗരന്മാരാണ് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും. അപ്പോൾ അവരെ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഗ്രീൻ ആർമി രൂപീകരിച്ചത്. അപ്പോൾ അതിലൂടെ പരിസ്ഥിതി അവബോധം ഉണ്ടാക്കുക, ഓരോ മാലിന്യങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടീമിനെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. പ്രളയ സമയത്ത് അതിൻ്റെ പ്രയോജനം ഉണ്ടായി എന്നുള്ളതാണ്. അവരുടെ ഒരു വലിയ സേന തന്നെ നമുക്കുണ്ടായി. ഫേസ്ബുക്കിലൂടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു അപേക്ഷയിലാണ്, ഒരു ആഹ്വാനത്തിലാണ് എനിക്കൊന്ന് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ നഗരസഭയിലേക്ക് ഒഴുകിയെത്തി. അപ്പോൾ അതിൻ്റെ ഒരു പിൻബലം ഗ്രീൻ ആർമി ആയിരുന്നു. അപ്പോൾ ചെറുപ്പക്കാരെ ഇങ്ങനെയും മൗൾഡ് ചെയ്തെടുക്കാം എന്ന് തെളിയിക്കുക കൂടിയായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സേവനം വളരെ അംഗീകരിക്കപ്പെടുന്ന ഒരു നില വന്നു. ചെറുപ്പക്കാർ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ സേവനം ചെയ്യാൻ വരുന്നുണ്ട് എന്നതുകൂടി കാണിച്ചു കൊടുക്കാൻ ആ പ്രവർത്തനത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. അത് ഒരു വലിയ സേനയായി അത് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. എവിടെയൊക്കെയായിരുന്നു അന്ന് സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയത്? അന്ന് മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരമാണ് ഞങ്ങളത് ചെയ്തത്. അന്ന് തിരുവനന്തപുരത്തുള്ള എല്ലാ ആളുകളും പങ്കെടുത്തു എന്നുള്ളതാണ്. എല്ലാ റെസിഡൻസ് അസോസിയേഷനുകൾ, വിവിധ സംഘടനകൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ഇവരെല്ലാം തന്നെ നഗരസഭയിലേക്ക് സാധനങ്ങൾ വാങ്ങി എത്തിച്ചു. അപ്പോൾ ഞങ്ങൾ ചെയ്തത് എവിടെയെല്ലാം പ്രളയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെയെല്ലാം ഞങ്ങൾ ബന്ധപ്പെട്ടു. ഇപ്പോൾ ഉദാഹരണത്തിന് വയനാട്, നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ, ഇടുക്കി, അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങൾ, കേരളത്തിൻ്റെ പ്രളയബാധിതമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും തിരുവനന്തപുരം നഗരസഭയുടെ സഹായം എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു. ഗ്രീൻ ആർമിയുടെ വോളണ്ടിയർമാരെ ഇതിൻ്റെ വീഡിയോ ചിത്രീകരിച്ചു, സാധനങ്ങൾ കൊണ്ടുവരുന്നവർക്ക് റെസീറ്റ് കൊടുത്തു, ലോറികൾ പോകുന്നത് ലൈവിലൂടെ ജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. കളക്ടർമാർക്കും ബന്ധപ്പെട്ടവർക്കും സാധനങ്ങൾ കൈമാറുമ്പോൾ അതിൻ്റെ രേഖകൾ വാങ്ങുന്നത് കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന സഹായം കൃത്യമായ കരങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ഫീല് വന്നു. അങ്ങനെയാണ് നൂറുകണക്കിന് ലോഡുകൾ അയക്കാൻ പറ്റുന്നൊരു സാഹചര്യം വന്നത്. അപ്പോൾ ഞങ്ങളത് കൃത്യമായി കോർഡിനേറ്റ് ചെയ്തു. കളക്ടർമാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തു, അതുപോലെ തന്നെ MLA-മാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തു, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തു. അപ്പോൾ ഈ നിലയിലാണ് ആ കാര്യങ്ങൾ ചെയ്തത്. അത് ഒരു മാതൃകയായി മാറി എന്നുള്ളതാണ്. അതുപോലെ ക്ലീനിങ്ങിനും മുന്നിട്ടിറങ്ങിയായിരുന്നു അല്ലേ? അല്ല, ക്ലീനിങ്ങിന് നമ്മളാണ് ആദ്യം ചെയ്തത്. ഇപ്പോൾ ഒരു തിരുവനന്തപുരം നഗരസഭ ഏതാണ്ട് 1000-ലധികം ശുചീകരണ വിഭാഗം ജീവനക്കാരുള്ള ഒരു നഗരമാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും 400 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ റാന്നി, ചെങ്ങന്നൂർ ടൗൺ, റാന്നി ബസ് സ്റ്റാൻഡൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഞങ്ങളാണ്. അപ്പോൾ നഗരസഭയുടെ എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് പോയത്. വാട്ടർ ടാങ്കറുകൾ, അതുപോലെ തന്നെ സക്കിംഗ് മെഷീനുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള ജെറ്ററുകൾ, ഇങ്ങനെ ഒരു 10-12 വാഹനങ്ങൾ, 400 തൊഴിലാളികൾ, അവരെ കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾ, ഇങ്ങനെ ഒരു വലിയ കോൺവോയ് ആയിട്ടാണ് ഇത് പോയത്. കഴിക്കേണ്ട ഭക്ഷണമടക്കം ഇവിടുന്ന് കൊണ്ടുപോയിട്ടാണ്. കാരണം അവർക്കൊരു പ്രളയബാധിത മേഖലയിൽ ചെന്നിട്ട് ഭക്ഷണം വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതടക്കം ഇവിടെ നിന്ന് തയ്യാർ ചെയ്തിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത്. ഒരു കേരളത്തിൻ്റെ ദയനീയ മുഖം കണ്ടു. അതെ, തീർച്ചയായിട്ടും ദയനീയ മുഖം കണ്ടു. വീടുകൾക്കകത്ത് പോലും ചെളി മൂടിയിരിക്കുന്നതും, അവരുടെ ഉടമസ്ഥർ സർട്ടിഫിക്കറ്റുകൾ തിരക്കുന്നതും, അവരുടെ വിലപ്പെട്ട സാധനങ്ങൾ തിരക്കുന്നതും ഒക്കെ ഒരു ദയനീയ ചിത്രം തന്നെയാണ്. പക്ഷേ കേരളം അതിജീവിച്ചു. അത് ഞാൻ ഈ പറഞ്ഞ ചെറുപ്പക്കാരിലൂടെ, കേരളത്തിൻ്റെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളിലൂടെ കേരളം അതിജീവിച്ചു. ഇന്ന് പ്രളയബാധിത മേഖലകളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഏത് ദുരന്തം വന്നാലും അതിനെ അതിജീവിക്കാൻ മലയാളികൾ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയായിരുന്നു വൈബ് അല്ലേ? അതെ. ആ വൈബിനെ കുറിച്ചുള്ള ഒന്ന് പറയാം. അപ്പം മേയറായിരുന്നപ്പോഴാണ് ഗ്രീൻ ആർമി കൊണ്ടുവന്നത്. അതിൻ്റെ കാര്യമാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് MLA ആവുമ്പോൾ ഗ്രീൻ ആർമിയെ കൂടെ കൂട്ടുന്നത് ശരിയല്ലല്ലോ. അല്ല, അത് നഗരസഭയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായി മാറണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്നുള്ളൊരു പുതിയ ടീമിനെ രൂപീകരിച്ചു. അത് കുറച്ചുകൂടി വ്യത്യസ്തമായി ഞങ്ങൾ ചെയ്തു. ഗ്രീൻ ആർമി പാരിസ്ഥിതിക പ്രവർത്തനങ്ങളും മാലിന്യ സംസ്കരണവുമാണെങ്കിൽ വൈബ് സംരംഭക പ്രവർത്തനങ്ങൾ കൂടി ഏർപ്പെടുകയാണ്. അപ്പോൾ വൈബിൻ്റെ 2 ഡിവിഷൻ, വൈബ് ചാരിറ്റി ഡിവിഷനും വൈബ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും. സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെറുപ്പക്കാർക്കുള്ള തൊഴിലിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു.
മറ്റത് ചാരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇതെല്ലാം അതിൻ്റെ ഭാഗമായി വരികയാണ്. അപ്പോൾ അത് നന്നായിട്ട് പോവുകയാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ ഞങ്ങൾ സംഘടിപ്പിച്ച സാംസ്കാരികോത്സവം കാവ് ഫെസ്റ്റ് അതൊക്കെ തന്നെ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. വൈബ് കോസ്റ്റിൻ്റെ വിവിധ സംരംഭം, ഇപ്പോൾ ആക്കുളം കണ്ണാടിപ്പാലം ചെയ്തത് ഞങ്ങളാണ്, കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ പാർക്കിലെ പാർക്ക് ചെയ്തത് ഞങ്ങളാണ്. അങ്ങനെ നിരവധി പ്രോജക്റ്റുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു. അപ്പോൾ വൈബ് IT ഡിവിഷൻ, വൈബ് ഗ്രീൻ ആൻഡ് ടൂറിസം ഡിവിഷൻ, വൈബ് ഫുഡ് ഡിവിഷൻ, ഇങ്ങനെ പല ഡിവിഷനുകളിലായിട്ട് അത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ ദിശാബോധം, ചെറുപ്പക്കാർക്ക് തൊഴിലും സംരംഭങ്ങളും ഉണ്ടാക്കുക, അതുവഴി അവർക്കൊരു ചെറിയ വരുമാനം കൂടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നിലയ്ക്ക് അതിനെ കൺവെർട്ട് ചെയ്തു. ആ നിലയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് തിരിച്ച് മേയറിലേക്ക് തന്നെ പോകും. എങ്ങനെയായിരുന്നു ഈ മേയർ സ്ഥാനത്തേക്കുള്ളൊരു വരവ്? അപ്രതീക്ഷിതമായിരുന്നില്ലേ അത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ കഴക്കൂട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു. അപ്പോൾ 1-ാം വാർഡിൻ്റെ മെമ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 5 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കഴക്കൂട്ടം 1-ാം വാർഡിൽ നഗരസഭയോട് കൂട്ടിച്ചേർത്തു. അന്ന് തുടർന്ന് നടക്കുന്ന ഇലക്ഷനിൽ 1-ാം വാർഡിൽ മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ കൗൺസിലറാകും എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു ആഗ്രഹവും നമ്മുടെ മനസ്സിലില്ല, അങ്ങനെ ഒരു ചിന്തയും ഇല്ല. കാരണം നമ്മൾ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. അങ്ങനെ മത്സരിക്കുമ്പോഴാണ് കഴക്കൂട്ടത്ത് വലിയ ഭൂരിപക്ഷം ലഭിച്ചു. ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 3272 വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴക്കൂട്ടം വാർഡിൽ ലഭിച്ചു. അന്ന് നഗരത്തിൽ മത്സരിച്ച പല പ്രധാനപ്പെട്ട ആളുകളും പരാജയപ്പെട്ടത് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് AKG സെൻറ്ററിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. മേയറായി കടന്നു വരാനുള്ള ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു കഴക്കൂട്ടംകാർ തന്ന വലിയ ഭൂരിപക്ഷം തന്നെയാണ്. നേരത്തെ പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ച അനുഭവം മാത്രമാണ് എൻ്റെ ഒരു കരുത്തെന്ന് പറയുന്നത്. അതിൻ്റെ ബലത്തിൽ മേയർ സ്ഥാനത്ത് ഇടപെടാൻ വേണ്ടി ശ്രമിച്ചു. പരമാവധി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, മേയർ എന്ന നിലയ്ക്ക് വന്നിട്ട് ആദ്യം ഒരു 2 വീലർ യാത്രയൊക്കെ ഉണ്ടായിരുന്നല്ലേ, അതിനെക്കുറിച്ചൊക്കെ എന്ന് പറഞ്ഞു? അല്ല, തീർച്ചയായിട്ടും അത് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മേയറായി മാറുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിരുന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് 2 വീലർ യാത്ര. സൈക്കിൾ ഒരു ദിവസം, ഇപ്പോൾ സൈക്കിൾ ഡേയുടെ അന്ന് ഔദ്യോഗികമായി പോയ പരിപാടിക്കെല്ലാം സൈക്കിളിൽ പോയി. അപ്പോൾ അതൊക്കെ നഗരത്തിൻ്റെ ഒരു പുതുമയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രീൻ ആർമി, നിരവധി മറ്റ് ഇനിഷ്യേറ്റീവുകൾ, സ്മാർട്ട് സിറ്റി കൊണ്ടുവരാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അപ്പോൾ ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് വലിയ അംഗീകാരം കിട്ടുന്നൊരു സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല ശ്രീ VK പ്രശാന്തിൻ്റെ ഒരു സ്ഥലമാണല്ലോ ശരിക്കും ഒരു IT നഗരം എന്ന് പറയുന്നത്. അവിടെ ഒരു വലിയ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ലേ ആ സമയത്ത്? അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ കഴക്കൂട്ടത്ത് നിന്നും ജയിച്ച ജനപ്രതിനിധി എന്ന നിലയിൽ അവിടെ വലിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ വട്ടിയൂർക്കാവിൽ ജയിക്കുന്നതും ഈ പറഞ്ഞ കൂട്ടായ്മ കൂടി സഹായത്താലാണല്ലോ. കാരണം മേയർ എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ജനങ്ങൾ നൽകിയ ഒരു സർട്ടിഫിക്കറ്റാണ് വട്ടിയൂർക്കാവിലെ ജയം. കാരണം അല്ലാതെ നമുക്ക് അങ്ങനെ വന്ന് നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരം വട്ടിയൂർക്കാവിലെ ജനങ്ങൾ നൽകി എന്നുള്ളതാണ്. അപ്പോൾ മേയറായി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ടീമുണ്ടായിരുന്നു. പുറമേ നമ്മുടെ നഗരത്തിലെ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ഒരു ടീം ഞങ്ങളുണ്ടായി, എക്സ്പെർട്ട് ഗ്രൂപ്പ് എന്ന നിലയ്ക്ക് ഉണ്ടായിരുന്നു. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്നോ പാർക്ക് മുൻ CEO ശ്രീ വിജയരാമൻ സാറ്, കസ്തൂരിരംഗൻ സാറ്, അതുപോലെ തന്നെ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ, ഇങ്ങനെയുള്ള ഒരു വലിയ ടീം, എക്സ്പെർട്ട് ടീം ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പം അത്തരം അനുഭവ സമ്പത്തുള്ള ആളുകളെയും കൂടി ചേർത്തുകൊണ്ടാണ് മേയർ എന്ന നിലയിൽ പ്രവർത്തിച്ചത്. അതിൻ്റെ ഗുണം കിട്ടി. അപ്പോൾ നഗരസഭാ കൗൺസിലിൽ പ്രായം കുറഞ്ഞ മേയർക്ക് കൂടുതൽ ഇടപെടാനും പുതിയ പദ്ധതികൾ കൊണ്ടുവരാനും പ്രായോഗികമായിട്ടുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാനും അന്ന് സാധിച്ചു. ഇപ്പോൾ മാലിന്യ സംസ്കരണ രംഗം പ്ലാന്റ് ഇല്ല. ഞങ്ങൾ വരുമ്പോഴൊരവസ്ഥ മാലിന്യം കുന്നുകൂടി കിടക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനെ പതുക്കെ ഇല്ലാതാക്കി ഗ്രീൻ, പ്രത്യേകിച്ച് മറ്റേ രാജാജി നഗർ ഭാഗത്തായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ മാലിന്യ മലകൾ ഓരോന്നോരോന്നായി ഇല്ലാതാക്കി. ഞങ്ങൾ ഒരു മാജിക്കും കാണിച്ചില്ല, ജനങ്ങളെ അവെയർ ചെയ്തു. മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യണം, വേർതിരിച്ച് കൈകാര്യം ചെയ്യണം, അതിനുവേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെ 20 ഇനം സാധനങ്ങൾ വേർതിരിച്ചു, മാലിന്യങ്ങൾ വേർതിരിച്ചപ്പോൾ തന്നെ റിസൾട്ട് വന്നു. മാലിന്യ മലകളില്ലാതായി. പ്ലാസ്റ്റിക് വേറെ, ഇരുമ്പ് വേറെ, പേപ്പർ വേറെ, ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ ലോകത്ത് തന്നെ ആദ്യമായി 20 ഇനം മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുന്ന ഒരേ ഒരു നഗരസഭ തിരുവനന്തപുരം നഗരസഭയാണ്. ഇപ്പം നമ്മൾ വാങ്ങി വീട്ടിൽ ബാക്കിയായിരിക്കുന്ന ഗുളിക പോലും നമ്മൾ എടുത്തു. ഈ 20 ഇനങ്ങൾ അത്ര പോലും സൂക്ഷ്മമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അന്നത്തെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു ആ സമയത്ത്? പ്രതിപക്ഷം കുറേ കാര്യങ്ങൾ ക്രിയാത്മകമായി ഇടപെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ എനിക്ക് ഭൂരിപക്ഷമില്ലാത്ത മേയറായിരുന്നു ഞാൻ. 100 പേരുടെ കൗൺസിലിൽ 43 പേരെ ഞങ്ങളുള്ളൂ. 57 പേര് മറുഭാഗത്തിരിക്കുക. ഒരു അവിശ്വാസ പ്രമേയം പോലും വന്നില്ല.
നാലര വർഷത്തിനിടെ ഒരു അവിശ്വാസ പ്രമേയം പോലും വന്നില്ല. അപ്പോൾ അതൊരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രതിപക്ഷം എന്ന നിലയിൽ അതൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാലുവാരി ഇടുന്ന ചിത്രമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അവർ ക്രിയാത്മകമായി ഇടപെടുന്നു. ഉൾക്കൊള്ളേണ്ടതുണ്ടെങ്കിൽ ഉൾക്കൊള്ളാം. ബാക്കി നമ്മൾ അനാവശ്യമായ ആരോപണങ്ങളാണ്. ഇപ്പോൾ കിച്ചൺ ബിന്ന് വാങ്ങിയതിൽ അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആരോപണങ്ങൾ ഉന്നയിക്കും. അതൊക്കെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായി നമ്മുടെ ഗവൺമെൻറ് രീതികൾക്കനുസരിച്ചാണ് ചെയ്യുന്നത്. അതിലൊന്നും ഒരു കഴമ്പുമില്ല എന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടല്ലോ. പക്ഷേ വേറൊരു കാര്യമുണ്ട്. അന്ന് മേയർ വരുന്നൊരു സമയമുണ്ട്. അന്ന് മേയറായിട്ട് വരുന്ന സമയത്ത് ഒരു വലിയ പ്രശ്നത്തിന് ശേഷമാണ് വരുന്നത്. അതായത് നമ്മുടെ വിളപ്പിശാലയിലെ വലിയ പ്രതിസന്ധി, വലിയ സമരം, കൊണ്ടുപോയ യന്ത്രസാമഗ്രികൾ വഴിയിൽ കിടക്കുന്നു. അതിനുശേഷം ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് വല്ലാതെ കുഴങ്ങിക്കിടക്കുന്നൊരു സമയത്തല്ലേ വരുന്നത്. അപ്പോൾ അതൊരു പ്രതിസന്ധിയായിട്ട് തോന്നിയിരുന്നു. അതന്നെ. അപ്പോൾ അഡ്വക്കേറ്റ് ചന്ദ്രിക മേയറായിരിക്കുന്ന സമയത്താണ് വിളപ്പിശാല 2011 പൂട്ടുന്നത്. തുറന്ന മേയറുടെ നേതൃത്വത്തിൽ പൈപ്പ് കമ്പോസ്റ്റ് അങ്ങനെ പല ഡീസണലൈസ്ഡ് പരിപാടികളൊക്കെ ആരംഭിച്ചതാണ്. അത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് വരുന്നത്. പക്ഷേ അവിടെയാണ് നമ്മൾ കുറച്ചുകൂടി സയൻറ്റിഫിക്കായി ഇടപെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വേർതിരിച്ച് സംസ്കരിക്കുക എന്നുള്ളതാണ് മാലിന്യ സംസ്കരണത്തിൻ്റെ ബാലപാഠം. ഒരു മാലിന്യവും വേറൊരു മാലിന്യവുമായി കൂട്ടിക്കലർത്തുന്നത്. വിളപ്പിശാല പൂട്ടിയത് തന്നെ അതുകൊണ്ടാണ്. ലോകത്തുള്ള നമ്പർ 1 പ്ലാന്റ് ആയിരുന്നു വിളപ്പിശാലയിലുണ്ടായിരുന്നത്. അത് ബയോ കമ്പോസ്റ്റ് പ്ലാന്റാണ്. അതായത് അഴുകുന്ന മാലിന്യങ്ങൾ കൊണ്ടുപോയി വളമാക്കി തിരിച്ചു കൊണ്ടുവരാം. നമ്മൾ ചെയ്തത് എന്താ? രാവിലെ കുടുംബശ്രീയുടെ ചേച്ചിമാർ വന്ന് വിസിലടിക്കുമ്പോൾ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കും ഇരുമ്പും തടിയും കവറും എല്ലാം വാരിക്കെട്ടി ഒറ്റ കവറിലാക്കി അങ്ങോട്ട് കൊടുത്തു. സംഭവിച്ചത് അവിടെ യാർഡിൽ ഈ മാലിന്യങ്ങൾ മല പോലെ കൂട്ടിയിട്ടു. സ്വാഭാവിക കമ്പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കാറ്റടിച്ചപ്പോൾ ഇതിൻ്റെ സ്മെല്ല് പരിസര പ്രദേശങ്ങളിലേക്ക് പോയി. ഇതിൻ്റെ ലീച്ചേറ്റ് തോട്ടിലേക്ക് ഒഴുകി. ഇതാണ് പരാജയ കാരണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. സെഗ്രിഗേഷൻ എന്ന് പറയുന്ന സംഗതി മനസ്സിലാക്കാതെ മാലിന്യത്തെ കൈകാര്യം ചെയ്തു. അതിലുണ്ടാകുന്ന പിഴവാണ് പ്ലാന്റ് പൂട്ടിപ്പോകാൻ കാരണമായത്. പക്ഷേ അതുപോലെ തന്നെയാണ് ഈ നഗരത്തിലെ കുടിവെള്ള പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ്. പലപ്പോഴും ഈ പഴയ കുഴലുകളായിരുന്നല്ലോ, അത് പുനഃസ്ഥാപിക്കേണ്ട ഒരു നീക്കം അന്ന് നടത്തിയില്ലായിരുന്നു മേയറുടെ സമയത്ത്. അല്ല, തീർച്ചയായിട്ടും നടത്തി. അതിൻ്റെ ഗുണഫലം ഇപ്പോൾ MLA ഞാൻ അനുഭവിക്കുകയാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ അരുവിക്കരയിൽ ഒരു പുതിയ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് തുടക്കമിട്ടു. 89 കോടി രൂപ, ഏതാണ്ട് 85 MLD കപ്പാസിറ്റിയുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. ഞാനിവിടെ MLA ആയി വരുമ്പോൾ ഈ കവടിയാറ്, വെള്ളയമ്പലം, ജവഹർ നഗർ, വഴുതക്കാട് മേഖലകളിലൊക്കെ വെള്ളമില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ ആളോട് പറഞ്ഞത്, മേയറായിരിക്കുന്ന ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്, അത് കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി പ്രയാസം തീരുമെന്നുള്ളതാണ്. MLA ആയി മാറിയപ്പോഴാണ് കമ്മീഷൻ ചെയ്തത്. അതോടുകൂടി ആ പ്രശ്നം തീർന്നു. പക്ഷെ അതൊരു പ്രതിസന്ധി തന്നെയായിരുന്നു തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോഴും ഭയക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ജലജീവൻ മിഷൻ്റെയൊക്കെ ഭാഗമായിട്ട് മത്സരിച്ച് പൈപ്പ് കണക്ഷനുകൾ കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു സോഴ്സ് പുതുതായി കണ്ടുപിടിക്കാതെയാണ് ആവശ്യമില്ലാത്തവർക്കും കൊണ്ടുപോയി പൈപ്പ് കണക്ഷൻ കൊടുക്കുന്നത്. ആവശ്യമുള്ളവർക്ക് കൊടുക്കട്ടെ, മറ്റ് മാർഗ്ഗങ്ങളില്ല, പൈപ്പ് വെള്ളം മാത്രമാണ് ആശ്രയിക്കുന്നവർക്ക് കൊടുക്കണം. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ? കളക്ടർമാർ ഉദ്യോഗസ്ഥരെ വിളിച്ച് കണക്കെടുക്കുകയാണ്, ഇന്ന് എത്ര പേർക്ക് കണക്ഷൻ കൊടുത്തു. അപ്പോൾ ഭാവിയെ ഒരു വലിയ വെല്ലുവിളിയാണ്. അരുവിക്കര എന്ന് പറയുന്ന പാരലൽ സോഴ്സ് ഇല്ല. അപ്പോൾ അത് പുതിയതായിട്ട് വരുന്ന നഗരസഭാ ഭരണസമിതിയൊക്കെ ഗൗരവപുരസരം ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, അരുവിക്കരയുടെ സംഭരണ ശേഷി കൂട്ടുക, പുതിയ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരിക, വേളി പോലുള്ള സ്ഥലങ്ങളെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് ആലോചിക്കുക. കടൽ വെള്ളം പോലും പ്രയോജനപ്പെടുത്തേണ്ടി വന്നാൽ അതിന് തക്ക തയ്യാറെടുപ്പുകൾ ഇപ്പോൾ ഈ കടൽ വെള്ളമാണ് ഇപ്പോൾ ഒരു സാധ്യത കൂടുതൽ അല്ലേ? ചിലവ് കൂടുതലാണ്. ഗൾഫ് നാടുകളിൽ അതാണല്ലോ മാർഗം. ചിലവ് കൂടുതലാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ പ്രയാസമില്ല. അപ്പോൾ മറ്റ് ആൾട്ടർനേറ്റീവ് കൂടി ഈ നഗരത്തിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രദ്ധ വരണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. അതിനുശേഷം മനസ്സിലെന്ത് പ്ലാനായിരുന്നു? ഈ MLA ആയിട്ട് പോയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിയമസഭയിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ കൂടുതൽ ഐഡിയകൾ ഉണ്ടായിരുന്നു? ഞാൻ വക്കീൽ പണിക്ക് പോകുമായിരുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതല്ല, അതിൻ്റെ ഒരു തുടർച്ച അല്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മേയറാവുന്നത് പെട്ടെന്നുണ്ടായൊരു കാര്യമാണ്. MLA ആവുന്നു അങ്ങനെയാണ്. 4.5 വർഷം കഴിയുമ്പോഴാണ് വട്ടിയൂർക്കാവ് രൂപ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ഉടനെ ഇവിടുന്ന് രാജിവെച്ച് അവിടെ മത്സരിക്കാൻ പറഞ്ഞു. മത്സരിച്ചു. നമ്മൾ 3ാം സ്ഥാനത്തായിരുന്നു. ജയിക്കുമെന്നൊരു പ്രതീക്ഷയും ആർക്കും ഉണ്ടായിരുന്നില്ല. ജയിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, മനസ്സിലായി. ഇപ്പോൾ MLA സ്ഥാനം, ഈ മേയർ സ്ഥാനത്ത് പൂർത്തിയാക്കുന്നതിൽ മനസ്സിലൊരു ഐഡിയ കാണുമല്ലോ, എങ്ങനെയാണ് ഇനി അടുത്തത് ഏത് തരത്തിലുള്ളൊരു വികസനം നഗരത്തിന് വേണം എന്നുള്ളൊരു ഒരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അതിന് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. അതെന്തായിരുന്നതാണ്? ആ കാഴ്ചപ്പാടിനനുസരിച്ച് ഞങ്ങളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അതാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞത് അത് കൃത്യമായി ഞങ്ങൾ തയ്യാറാക്കി. അതായത് നഗരത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയതാണ്.
ഇപ്പോൾ അത് തന്നെ പല മേഖലകൾ, ഇപ്പോൾ മെഡിക്കൽ കോളേജിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ, മറ്റ് ചില പ്രദേശങ്ങൾക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ, ഇതിനെയെല്ലാം മെർജ് ചെയ്ത് ഞങ്ങൾ ഒറ്റ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. അതെന്ന് പറയുന്നത് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ തയ്യാറാക്കി അംഗീകരിച്ചിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ അതാണ്. അപ്പോൾ ഓരോ പ്രദേശത്തും വരുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ ഉതകും വിധമുള്ള പരിഹാര നിർദ്ദേശങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ റോഡുകൾ വീതി കൂട്ടണം. നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രയാസം അതാണ്, റോഡുകൾ വീതി കുറഞ്ഞ റോഡുകളാണ്. അപ്പോൾ അത് മിനിമം 10 മീറ്ററെങ്കിലും റോഡിന് വീതി വരണം. ഡ്രെയിനേജ് സിസ്റ്റം പരമാവധി വാർഡുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ പുതിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് വരണം. പ്ലാന്റ് മീൻസ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ വരണം. അതുപോലെ തന്നെ വിഴിഞ്ഞത്തിൻ്റെ സാധ്യത മുൻനിർത്തിക്കൊണ്ട് കഴക്കൂട്ടം മുതൽ വിഴിഞ്ഞം വരെയുള്ള പ്രദേശങ്ങളെ ഇൻഡസ്ട്രിയൽ സോണായി മാറേണ്ടതായിട്ടുണ്ട്. മിക്സഡ് സോണായിട്ട്, അതായത് റെസിഡൻഷ്യലും ഇൻഡസ്ട്രിയിലും കൊമേഴ്സിലും വരത്തക്ക നിലയിൽ ചില കാര്യങ്ങൾ വരണം. ഇപ്പോൾ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിലേക്ക് പുതിയ റോഡ് വരണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓരോ വാർഡുകളിലും സ്ഥലപരിമിതി വളരെ പ്രയാസമാണ്. അപ്പോൾ ആ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ ഈ മാസ്റ്റർ പ്ലാനിലുണ്ട്. മാത്രമല്ല ഓരോ പ്രദേശങ്ങളിലും സംരംഭങ്ങൾ തുടങ്ങാനും ചെറിയ ഡീസെൻട്രലൈസ്ഡ് പ്ലാന്റുകൾ സ്ഥാപിക്കാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ തിരുവനന്തപുരം നഗരം വലുതാവണം. ഇപ്പോൾ സമീപ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, ഇതിനെല്ലാം ചേർത്തുകൊണ്ട് ഒരു പുതിയ നഗരങ്ങൾ രൂപീകരിക്കണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നഗരത്തിനകത്തേക്ക് എല്ലാവരും വന്ന് താമസിക്കാൻ കഴിയില്ല. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇപ്പോൾ മേൽപ്പാലങ്ങൾ, കുടിവെള്ളം, സീവേജ്, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ഇത്തരം കാര്യങ്ങളും റോഡുകളും മറ്റുമൊക്കെ ചെയ്ത് ദൂരങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ട് സൗകര്യം ചെയ്ത് കൊടുക്കുക. ആളുകൾ പോകും. ഇപ്പോൾ നമ്മൾ നഗരത്തിലെ പ്രോപ്പർട്ടി വിട്ടിട്ട് റൂറലിൽ പോയി താമസിക്കുന്നില്ലേ, ഒരുപാട് പേര് പോകും. അപ്പോൾ അതേ മാതൃകയിൽ നഗരത്തിൻ്റെ വിസ്തൃതി കൂട്ടി ജനസാന്ദ്രത മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി നഗരത്തെ ഭംഗിയായിട്ട് നിലനിർത്തുക. എല്ലാവരും കൂടി നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നഗരം ഇല്ലാതാവും, തിരക്കാവും. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ സന്ദർഭത്തിൽ മൊത്തം പറയാൻ പറ്റുന്ന ഒന്നല്ല. ഏകദേശം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, വിഴിഞ്ഞത്തിൻ്റെ സാധ്യത നമ്മളെ പരമാവധി മുഖച്ഛായ മാറും. ഇപ്പോൾ നമ്മൾ മലേഷ്യയെക്കുറിച്ചോ സിംഗപ്പൂരിനെ കുറിച്ചോ ഷാർജയെക്കുറിച്ചോ ഒക്കെ പറയാറുണ്ടല്ലോ. അതിനപ്പുറത്തേക്കുള്ള ഡെവലപ്മെൻ്റ് ആയിരിക്കും വിഴിഞ്ഞം നമുക്ക് എത്തിക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടു, കഴക്കൂട്ടം മുതൽ ഇങ്ങോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഏതോ വിദേശ നാട് കൂടി പോകുന്ന പ്രതീതിയാണെന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ വന്നു കഴിഞ്ഞു. എല്ലാ ടൗണുകളും വലിയ നഗര സ്വഭാവത്തിലേക്ക് മാറുന്നു. മാറിയ നഗരങ്ങൾ തന്നെ ഒരു വലിയ അർബനൈസേഷൻ്റെ ഭാഗമായി മാറുന്നു. കേരളത്തിൻ്റെ ഗ്രാമങ്ങൾ പോലും അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് മാറുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ ഈ പറഞ്ഞ ലാൻഡ് പൂളിംഗ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഭൂമി ലഭ്യത കുറവായതുകൊണ്ട് ഇനിയിപ്പോൾ ഉള്ള ഭൂമിയെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു 10 ഏക്കറിൽ താമസിക്കുന്ന 50 പേരാണെങ്കിൽ ഈ 50 പേരൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് റോഡ്, മറ്റ് സൗകര്യങ്ങൾ, ഡ്രെയിനേജ്, കുടിവെള്ളം, ഇൻ്റർനെറ്റ്, മറ്റ് സൗകര്യങ്ങളാണ്. നമ്മൾ യോജിച്ച് ഇത് തീരുമാനിക്കുകയും ബാക്കി വരുന്ന സ്ഥലം മറ്റ് കാര്യങ്ങൾക്ക് നീക്കിവെക്കുകയും വേണം. അതാണ് ലാൻഡ് പൂളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ വ്യവസായം കൊണ്ടുവരാം, അവിടെ സംരംഭം കൊണ്ടുവരാം, കൊമേഴ്സ്യൽ സംഗതികൾ ചെയ്യാം, എന്നാൽ നമുക്ക് ബേസിക് സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ലാൻഡ് പൂളിംഗ് അടക്കമുള്ള കാര്യങ്ങളുടെ നിർദ്ദേശങ്ങൾ ഈ മാസ്റ്റർ പ്ലാനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഈ മാലിന്യവാഹിനികളായ തോടുകളുണ്ടല്ലോ നമ്മുടെ നഗരത്തിൽ. അതിനന്ന് ഒരു പദ്ധതി മനസ്സിലുണ്ടായിരുന്നല്ലോ, അന്ന് ആ വെള്ളം ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ആമയിഴഞ്ചൻ തോടൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നഗരത്തെ മാലിന്യമുക്തമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ നമ്മുടെ ഹരിതകർമ്മ സേനകൾ വഴി ചെയ്യുന്ന കാര്യം. ഒപ്പം തന്നെ നമ്മുടെ ജലപാത, കോവളം ബേക്കൽ പാത, അതോടുകൂടി അത് വരുന്നതോടുകൂടി ഈ സംഗതികളെല്ലാം ശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു സിസ്റ്റം അടക്കം നമ്മൾ തയ്യാർ ചെയ്തതാണ്. മാത്രമല്ല തിരുവനന്തപുരത്തിൻ്റെ വെള്ളപ്പൊക്കം അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു ദുരന്ത നിവാരണ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ള നഗരമാണ് നമ്മുടേത്. എവിടെയെല്ലാമാണ് വെള്ളം കെട്ടുണ്ടാകുന്നത്, അതെങ്ങനെ പരിഹരിക്കാം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ മാസ്റ്റർ പ്ലാനിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സമഗ്രമായിട്ടുള്ളൊരു പ്ലാനാണ്. നമ്മുടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്തങ്ങൾ, അതുപോലെ തന്നെ ജനസംഖ്യ കൂടിയാൽ നേരിടേണ്ട പ്രശ്നങ്ങൾ, നമ്മുടെ നീർച്ചാലുകളുടെ പ്രശ്നങ്ങൾ, അവിടെ വരുന്ന മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ, പുതിയ സീവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാനുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾച്ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. അല്ല, നമുക്ക് വീണ്ടും പഴയ കാലങ്ങളിൽ ഈ SFIയിൽ നിന്നായിരുന്നല്ലോ നേരെ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ പറ്റുന്നത്. നേരെ DYFI പ്രവർത്തനം അത് കഴിഞ്ഞില്ലേ, അതും പാർട്ടി തീരുമാനം തന്നെ ആയിരുന്നു. അത് അല്ല, ഇതൊന്നും പാർട്ടി തീരുമാനമല്ല. എൻ്റെ കുടുംബം രാഷ്ട്രീയത്തിനെതിരായിരുന്നു. മകൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുന്നതിന് അച്ഛനൊക്കെ എതിരായിരുന്നു.
പക്ഷേ കോളേജിൽ വന്ന് നമ്മൾ അവിടെ വന്ന് ക്ലാസ് റപ്പായിട്ട് മാറി. അടുത്തത് മാഗസിൻ എഡിറ്ററായി, പിന്നെ കോളേജ് യൂണിയൻ ചെയർമാനായി. അങ്ങനെ SFIയുടെ ചുമതല ലഭിച്ചു. ഏരിയ സെക്രട്ടറിയായി, ഏരിയ പ്രസിഡൻ്റായി, ജില്ലാ കമ്മിറ്റി അംഗമായി. അപ്പോഴാണ് പഞ്ചായത്തിൽ മത്സരിക്കാനുള്ള, കാരണം ഇതെല്ലാം LDFൻ്റെ ഒരു തീരുമാനമാണ്. അന്ന് LDF 2 തവണ മത്സരിച്ചവരെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മൂന്നാമതൊരു പേരിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇപ്പോൾ പുതിയ ആളുകൾക്ക് അവസരം കിട്ടുന്നത് അങ്ങനെയാണ്. അന്ന് എനിക്ക് 22 വയസ്സായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോഴാണ് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോർപ്പറേഷനിലേക്ക്. അന്ന് എത്ര വോട്ടിനാണ് ജയിക്കുന്നത്? പഞ്ചായത്തിൽ അന്ന് എനിക്ക് തോന്നുന്നു 383 വോട്ടിനാണ് ഒരു പുതുമുഖം ഇല്ലേ, സ്വന്തം വാർഡിൽ മത്സരിച്ച്. പക്ഷെ അതാണ് നമ്മൾ 1-ാം ക്ലാസ്, പൊതുപ്രവർത്തനത്തിൻ്റെ 1-ാം ക്ലാസ് അതാണ്. അപ്പോൾ എനിക്ക് പഞ്ചായത്ത് മെമ്പറായി ലഭിച്ച അനുഭവമാണ് മേയറായപ്പോൾ ഗുണമായത്. ഈ പുതിയ കുട്ടികളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസം അതാണ്. അല്ല, ശരിക്കും പറഞ്ഞാലേ ഒരു ബേസ് ഭയങ്കരമാണ്. നമ്മൾ നോക്കുമ്പോൾ സ്കൂൾ റെപ്പ്, കോളേജ് റെപ്പ്, മാഗസിൻ എഡിറ്റർ, യൂണിയൻ ചെയർമാൻ, പഞ്ചായത്ത് അംഗം, മേയർ, MLA, ഒരു ഭയങ്കര ഗ്രാഫാണല്ലേ. അങ്ങനെ ഒരു ഭാഗ്യം വലുതായിട്ട് ആരും കിട്ടിയിട്ടുണ്ടായിരുന്നു. 1-ാം ക്ലാസ് മുതൽ വന്നതാണ്. അതെ. അപ്പോൾ ഇനി അടുത്തത് എന്താണ് ഒരു ചിന്ത? അല്ല, ഞാൻ പൊളിറ്റിക്സ് അല്ല, നമ്മൾ ഈ പ്രത്യേക നഗരം, അതായത് സീപോർട്ട്, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ തുടങ്ങിയ ഒരു വിശാലമായ ഒരു സംവിധാനമാണ് നമ്മുടെ ഇതിനെ സംബന്ധിച്ചോളം, നമ്മുടെ തലസ്ഥാന സംബന്ധിച്ചിടത്തോളം. അപ്പം അതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ചില ആശയങ്ങളൊക്കെ ഉള്ളിൽ കാണുമല്ലോ. അല്ല, തീർച്ചയായിട്ടും നമ്മുടെ നഗരം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നഗരമാണ്. ഇപ്പോൾ തിരുവനന്തപുരം വിട്ട് വേറെ സിറ്റിയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാകുന്നത്. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്, ഇവിടുത്തെ സ്വച്ഛമായിട്ടുള്ള സാഹചര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നഗരത്തിൻ്റെ ഹരിതഭംഗി നിലനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളെ ആലോചിക്കാവൂ. അപ്പോൾ നമുക്ക് ഭാവിയിൽ വരാൻ കഴിയാവുന്ന ചില വെല്ലുവിളികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീവേജ് ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ വെള്ളപ്പൊക്ക സാധ്യതകൾ. കാരണം ഈ ബൈപ്പാസൊക്കെ വന്നതോടുകൂടി നമ്മുടെ ചെറിയ അലൈൻമെൻറ്റിൽ വ്യത്യാസം. അപ്പോൾ നമ്മുടെ ടെറൈൻ എന്ന് പറയുന്നത് ചരിഞ്ഞ ടെറൈനാണ്. കിഴക്ക് നിന്നും മലയോരങ്ങളിൽ നിന്നും പതുക്കെ ചാഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് അറബിക്കടലിലേക്ക് പോകുന്ന ഒരു ടെറൈനാണല്ലോ നമുക്ക്. വേളിക്കായൽ ഉൾപ്പെടെ അങ്ങനെ വരുന്നതാണ്. അവിടെയാണ് ഒരു ബൈപ്പാസ് വന്നത്. ഒരു മതിൽ കെട്ടി നമ്മൾ ആ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ചില സ്ഥലം, ഇപ്പോൾ ബാലനഗറിലും വേളിയിലും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ വെള്ളക്കെട്ടുണ്ടാകുന്ന ഓർമ്മയിലുണ്ടല്ലോ. ഇതിൻ്റെ ഒരു പ്രയാസമുണ്ട്. അപ്പോൾ അത് സ്മൂത്താക്കുക, നമ്മുടെ നീർച്ചാലുകളെ കുറച്ചുകൂടി ആഴമുള്ളതാക്കി അതിൻ്റെ കപ്പാസിറ്റി കൂട്ടുക. എനിക്കൊന്നൊരു 10-30 കൊല്ലക്കാലത്തേക്ക് തിരുവനന്തപുരത്ത് പ്രയാസമൊന്നും വരില്ല. പക്ഷെ അതിനുശേഷം പ്രയാസം വരും. അപ്പോൾ അതിനുള്ള മാസ്റ്റർ പ്ലാൻ ഇപ്പോഴേ തയ്യാറാക്കണം. ഭാവിയിൽ എന്തെല്ലാം വെല്ലുവിളികൾ നമുക്ക് വരാം, അതിനെ കണക്കാക്കിയുള്ള സ്കീമുകൾ ഇപ്പോഴേ ആരംഭിക്കുക. മാസ്റ്റർ പ്ലാനിൽ കുറേ കാര്യങ്ങൾ നമ്മൾ സൊല്യൂഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് അക്ഷരം പ്രതി പാലിച്ച് മുന്നോട്ട് പോകും. ജനങ്ങളും പാലിക്കണം. ഇപ്പോൾ ആളുകളുടെ ഒരു സ്വഭാവം എന്താ, ഇപ്പോൾ റോഡ് വീട്ടിൽ നിന്നും 3 മീറ്റർ മാറി കടകൾ വയ്ക്കണമെന്നാണ് നമ്മുടെ നിർദ്ദേശം. നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. നമ്പർ വാങ്ങിച്ചതിന് ശേഷം ആ 3 മീറ്ററും കൂടെ കെട്ടിയും കടയ്ക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കർശനമായി നഗരസഭ ഇടപെടണം. ഞാനീ പറഞ്ഞൊരു 10 മീറ്ററെങ്കിലും വീതി എല്ലാ റോഡുകൾക്കും ഇട റോഡുകൾക്കും ഉറപ്പുവരുത്താൻ പറ്റുന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ വരണം. ഇപ്പോൾ അകത്തോട്ടുള്ള റോഡുകൾ ചുരുങ്ങിയത് 6 മീറ്ററെങ്കിലും വരണം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന കോർപ്പറേഷനുകളിലൊന്ന് തിരുവനന്തപുരം അല്ലേ, കേരളത്തിൽ? അതെ, ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് നമുക്കാണ്. ഏറ്റവും കൂടുതൽ ഓൺ ഫണ്ട്, വിനോദ നികുതി ആയാലും കൊമേഴ്സ്യൽ ടാക്സ് ആയാലും ഏത് നികുതിയിലും, കാരണം ഏറ്റവും വലിയ നഗരസഭകളിലൊന്നും നമ്മുടെ ആണല്ലോ. 4.5 വർഷക്കാലമാണ് VK പ്രശാന്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറായി പ്രവർത്തിച്ചത്. ഗ്രീൻ ആർമി ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അതിനുശേഷം വട്ടിയൂർക്കാവിൽ MLA ആയി. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം.